ആദ്യം പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം വേർഡ് എടുക്കട്ടെ. നമ്മൾ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് പറഞ്ഞ സമയത്ത് എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു ക്ലാസ് അല്ലേ, ക്ലാസ് KBC, ക്ലാസ് ബോഡി, and in main function നമ്മൾ എന്ത് ചെയ്തു? പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് ആണ് അല്ലേ. സോ ABC എന്നുള്ള ക്ലാസ്സിന് ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തു. സെയിം ABC എന്നുള്ള ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു അല്ലേ. എക്സ് ആയിക്കോട്ടെ ഒബ്ജക്റ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്? P = X അല്ലേ. പിന്നെ ഈ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെമ്പർ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാം അല്ലേ. P ആരോ ഓപ്പറേറ്റർ, ദെൻ ആ ഒരു മെമ്പർ ഫംഗ്ഷന്റെ നെയിം, അല്ലെങ്കിൽ P ഡോട്ട് ആ ഒരു മെമ്പർ ഫംഗ്ഷന്റെ പേര്. ഇതെന്തായിരുന്നു? പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ് അല്ലേ. കുഴപ്പമില്ലല്ലോ, അറിയാവുന്നതല്ലേ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ഓക്കെ. സോ അതിൻ്റെ പ്രോഗ്രാം ആയിരുന്നു, അല്ല ഇത് അല്ലേ. സോ ഡിസ്പ്ലേ എന്നുള്ളൊരു വോയിഡ് ഡിസ്പ്ലേ എന്നുള്ളൊരു പബ്ലിക് സെക്ഷൻ മെമ്പറാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഇൻ ക്ലാസ് XYZ അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? XYZ ഒരു പോയിന്റർ ടു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. പോയിന്റർ ടു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു യൂസിങ് ന്യൂ ഓപ്പറേറ്റർ അല്ലേ. ptr1 ആണ് നമ്മുടെ പോയിന്റർ. ദെൻ ptr1 ആരോ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു മെമ്പർ ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ഹലോ എന്നുള്ള ഫസ്റ്റ് ഹലോ എന്നുള്ള നമ്മുടെ ഔട്ട്പുട്ട് കിട്ടി. ദെൻ ptr1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് സെയിം ഫംഗ്ഷൻ തന്നെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്തു, സെക്കൻഡ് ഹലോ കിട്ടി. ഓക്കെ, ഇത് എന്താണ്? പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ്. ദെൻ ഇന്നലെ പഠിച്ചത് പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ് അല്ലേ. പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണ്? ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണെങ്കിൽ ബേസ് ക്ലാസിന്റെ ഫങ്ഷൻസ് തന്നെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അല്ലേ. ഡിറൈവ്ഡ് ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണ്, ബട്ട് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ്സും ഹോൾഡ് ചെയ്യാം, പക്ഷെ ബേസ് ക്ലാസിന്റെ മെമ്പർ ഫങ്ഷൻസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പം അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായായിരുന്നോ? ക്ലിയർ ആയായിരുന്നോ എന്ന് പറഞ്ഞേ. ഹലോ, ഓക്കെ. അപ്പൊ ഇനി നെക്സ്റ്റ് പറയുന്നോടത്ത്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നോടത്ത് ഈ ഒരു ബിഹേവിയർ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് പക്കാണെങ്കിൽ അടുത്ത ടോപ്പിക്സിലേക്ക് പോവാ. ഓക്കെ, ഇന്നലെ ചെറുതായിട്ട് പോളിമോർഫിസം പറഞ്ഞിരുന്നു അല്ലെ. പോളിമോർഫിസം എങ്ങനെ? compile time polymorphism and runtime polymorphism. And compile time polymorphism again categorized into two: function overloading, operator overloading. So compile time polymorphism, in compile time polymorphism the function call is resolved at compile time. Okay, but runtime polymorphism എന്തായിരിക്കും? function call is resolved at runtime. Okay, കേൾക്കുന്നുണ്ടോ? Okay, so function overloading നമ്മൾ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. സെയിം ഫംഗ്ഷൻ നെയിം ബട്ട് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ കോള് അനുസരിച്ചിട്ട് ഫംഗ്ഷൻ കോളിൽ നമ്മൾ എന്താണോ, എത്ര പാരാമീറ്റേഴ്സ് ആണോ കൊടുത്തേക്കുന്നത് അതനുസരിച്ചിട്ട് കറക്റ്റ് ഫംഗ്ഷൻ തന്നെ പോയി എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഫംഗ്ഷൻ കോളിൽ XYZ OB1 ഡോട്ട് ആഡ് 2 3 അല്ലെ, 2 ഇൻറ്റീജർ പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ കറക്റ്റ് ഏത് ഫംഗ്ഷനിലാണോ, ആഡ് എന്ന് പേരുള്ള ഏത് ഫംഗ്ഷനിലാണോ 2 ഇൻറ്റീജർ നമ്പേഴ്സ് മാത്രം പാസ് ചെയ്യുന്നത്, ആ ഒരു ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ,
ദെൻ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റൺ ടൈം പോളിമോർഫിസം. റൺ ടൈം പോളിമോർഫിസത്തിൽ വരുന്നതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് ക്ലാസ് ഓവർ റൈഡ് ചെയ്യാണ്. ഓക്കെ, സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ്, അതായത് ബേസ് ക്ലാസ്സും ഡിറൈവ്ഡ് ക്ലാസ്സും. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായുണ്ടോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇനി ഫംഗ്ഷൻ ഓവർ റൈഡിങ്, ചിലപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ് ആൻഡ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് ഡിഫറൻസ് ചോദിക്കാം കേട്ടോ. അപ്പം ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സൂപ്പർ ക്ലാസ്സിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ സബ് ക്ലാസ്സിൽ നമ്മൾ ഓവർ റൈഡ് ചെയ്യാണ്. ഓക്കെ, സൂപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ ബേസ് ക്ലാസ്, സബ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഡിറൈവഡ് ക്ലാസ്. ഓക്കെ, അപ്പം ഈ ഒരു സെഗ്മെന്റ് നോക്കാം, പ്രോഗ്രാം സെഗ്മെന്റ് നോക്കാം. ക്ലാസ് XYZ പബ്ലിക് വോയിഡ് ഷോ. ഓക്കെ, പബ്ലിക് സെക്ഷനിൽ നമുക്ക് വോയിഡ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ആണുള്ളത്. ആൻഡ് ഇറ്റ് ഡിസ്പ്ലേസ് ദ വേർഡ് ബേസ് അല്ലേ. ആ വോയിഡ് ഷോ ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക അല്ലേ. കുഴപ്പമൊന്നുമില്ലല്ലോ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ. ഈ കമന്റ് നോക്കണ്ട കേട്ടോ. ഓക്കെ, ഒരു ക്ലാസ് XYZ എന്ന പേരുള്ള ക്ലാസ് പബ്ലിക് സെക്ഷനിൽ വോയിഡ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ABC എന്നുള്ള ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ABC എന്നുള്ളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഓക്കെ, ABC എന്നുള്ളൊരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്തു. അത് ഡിറൈവഡ് ക്ലാസ് ആണ്, സബ് ക്ലാസ് ആണ്, ഡിറൈവഡ് ഫ്രം ക്ലാസ് XYZ. പബ്ലിക് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, ബേസിന്റെ പബ്ലിക് സെക്ഷനിലുള്ളതൊക്കെ ഡിറൈവിന്റെയും പബ്ലിക് സെക്ഷൻ മെമ്പേഴ്സ്, ബേസിന്റെ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് ഒക്കെ ഡിറൈവിന്റെയും പ്രൊട്ടക്റ്റഡ് സെക്ഷൻ മെമ്പേഴ്സ് അല്ലേ. അപ്പം നോക്കുക, ഈ ABCയിലും പബ്ലിക് സെക്ഷനിൽ വോയിഡ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ ബേസിലും വോയിഡ് ഷോ തന്നെയാണ്, ഡിറൈവഡിലും വോയിഡ് ഷോ തന്നെയാണ് അല്ലേ. പാരാമീറ്റേഴ്സോ ഒക്കെ സെയിം ആണ് അല്ലേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഫംഗ്ഷൻ ഓവർലോഡിങ് എങ്ങനെയായിരുന്നു, നെയിം മാത്രമേ സെയിം ഉണ്ടായിരുന്നിട്ടുള്ളൂ, പാരാമീറ്റേഴ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇവിടെ ഫംഗ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, സെയിം ആണ്, എല്ലാം സെയിം ആണ്, കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഡിഫറെൻറ്റ്. ഓക്കെ, ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ് ഒക്കെ സൂപ്പർ ക്ലാസ്സിൽ എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് സബ് ക്ലാസ്സിലും ഡിക്ലെയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. എടാ, ബാക്കിയുള്ളവർക്ക് മനസ്സിലായിണ്ടാ? ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കുക എന്നുള്ളതാണ് അർത്ഥം. കാരണം വോയിഡ് ഷോ എന്നുള്ളൊരു മെമ്പർ ഫംഗ്ഷനെ വിളിച്ചാൽ ഏത് മെമ്പർ ഫംഗ്ഷൻ, സൂപ്പർ ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ ആണോ അതോ ഡിറൈവഡ് ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഓക്കെ, അപ്പം ഇവിടെ ഡിറൈവഡ് ക്ലാസ്സിന്റെ മെമ്പർ ഫംഗ്ഷൻ വോയിഡ് ഷോയിൽ എന്താ ഉള്ളത്, സി ഔട്ട് ഡിറൈവഡ് ക്ലാസ് എന്നാണുള്ളത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ABC എന്നുള്ള ഈ ഒരു ഡിറൈവഡ് ക്ലാസ് വോയിഡ് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ ഓവർറൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സെയിം നമ്മളൊരു പ്രോഗ്രാം ആയിട്ട് എഴുതാണ്, ആക്ഷൻ ഇൻക്ലൂഡ് IOStream .h, ആക്ഷൻ ഇൻക്ലൂഡ് Ponyo.h class animal. ഓക്കെ, പബ്ലിക് സെക്ഷനിൽ
eat. Say out. Eating. Okay. Member function close ചെയ്തു, ക്ലാസ്സും ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ് ഡോഗ്. ഇൻഹെറിറ്റഡ് ഫ്രം അല്ലെങ്കിൽ ഡിറൈവഡ് ഫ്രം അനിമൽ. ഓക്കെ, പബ്ലിക് സെക്ഷനിൽ എന്ത് വേണം? ഓവർറൈഡിന്റെ എക്സാമ്പിൾ ആയിട്ടാണെങ്കിൽ പബ്ലിക് സെക്ഷനിൽ എന്ത് വേണം? സൂപ്പർ ക്ലാസ്സിൽ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ മെമ്പർ ഫംഗ്ഷൻ തന്നെ വേണം അല്ലേ? എക്സാക്ട് സെയിം ആയിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻ തന്നെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, കമന്റ് ചെയ്തേ. എന്താ പറയാ? ഈറ്റിംഗ്. ഓക്കെ ഓക്കെ, അങ്ങനെ ആനിമലില് ഈറ്റിംഗ് എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഡിസ്പ്ലേ ചെയ്യാൻ. ഡോഗിൽ ഞാൻ ഈറ്റിംഗ് ചിക്കൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വോയിഡ് മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഡോഗിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഡോഗ് ഡി. ഓക്കെ, ഇനി ആ ഡി ഡോട്ട് വോയിഡ് ഷോ എന്ന് പറയുന്ന സമയത്ത് ഡി ഡോട്ട് വോയിഡ് ഷോ എന്ന് പറയുന്ന സമയത്ത് ഗെറ്റ് സി എച്ച്. ഓക്കെ, ഡി ഡോട്ട് വോയിഡ് ഷോ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് വോയിഡ് ഷോ എന്ന് പറയുന്നത് എന്തുണ്ട്? ബേസിലും ഒരു വോയിഡ് ഈറ്റ് ആണല്ലേ, ബേസിലും ഒരു വോയിഡ് ഈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സബിലും ഒരു വോയിഡ് ഈറ്റ് ഉണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡോഗ് ഡി അല്ലേ? അപ്പം ഡി ഡോട്ട് ഡോഗ് എന്നുള്ള ആ ഒരു സബ് ക്ലാസ്സിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡി ഡോട്ട് വോയിഡ് ഈറ്റ് എന്ന് പറയുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഫംഗ്ഷൻ ഓവർറൈഡ് ചെയ്യും. ഓക്കെ, ഈ ഈറ്റ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ സബ് ക്ലാസ് ഓവർറൈഡ് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഈറ്റിംഗ് ചിക്കൻ എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇപ്പോൾ സൂപ്പർ ക്ലാസ്സിലുള്ള ആ ഒരു ഫംഗ്ഷൻ സബ് ക്ലാസ്സിലുള്ള ഈ ഒരു ഫംഗ്ഷനായിട്ട് ഓവർറൈഡ് ചെയ്തു. ഈറ്റിംഗ് ചിക്കൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ഹലോ, കമന്റ് ചെയ്തേ. മനസ്സിലായോ? അപ്പോൾ നേരത്തെ ഡിറൈവഡ് ക്ലാസ്സിന്റെ പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് എന്ന് പറഞ്ഞ സമയത്ത് എന്തായിരുന്നു? പോയിന്റർ ബേസ് ക്ലാസ്സിന്റെ ആണ്. അപ്പോൾ ഡിറൈവഡ് ക്ലാസ്സിന്റെ അഡ്രസ് ആണ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എന്തേ ചെയ്യുള്ളൂ? ബേസ് ക്ലാസ് മെമ്പർ ഫങ്ഷൻസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ്. ഇവിടെ ഫംഗ്ഷൻ ഓവർ റൈഡിംഗ് എന്ന് പറയുന്ന സമയത്ത് സബ് ക്ലാസ് ഈസ് ഓവർറൈഡ്സ് ദ ഫംഗ്ഷൻ ഇൻ സൂപ്പർ ക്ലാസ്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഡിഫറൻസ് മനസ്സിലാക്കി പോവാട്ടാ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കാണ്. ഇനി രണ്ട് ടോപ്പിക്സ്, വിർച്വൽ ഫംഗ്ഷൻ ആൻഡ് വിർച്വൽ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് ഡീസ്ട്രക്ടേഴ്സ്. ഓക്കെ, പെട്ടെന്ന് തീരും കേട്ടോ. വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് പഠിച്ചു. അപ്പം അതിൽ വരുന്ന ഒരു മാറ്റമാണ് വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, വിർച്വൽ ഫംഗ്ഷൻ അത് വിർച്വൽ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വി യൂസ് ദ കീവേഡ് വിർച്വൽ. ഓക്കെ, വെൻ വി യൂസ് ഈ ഒരു സെന്റൻസ് നോക്കാം. ഓക്കെ, when we use same function in both base and derived class, the function in base class is declared as
വെർച്വൽ. ഓക്കെ, ഓവർറൈഡിങ്ങിന്റെ ആണ് കേട്ടോ, പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസിന്റെ അല്ല. ഓവർറൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിലും ഡിറൈവഡ് ക്ലാസ്സിലും സെയിം ഫംഗ്ഷൻ നെയിം ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം അവിടെ നമ്മൾ വെർച്വൽ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്താൽ വരുന്ന മാറ്റം, വരുന്ന ചേഞ്ച് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നോക്കാം. അതിന്റെ റൂൾസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇൻ പബ്ലിക് സെക്ഷൻ ഓഫ് ക്ലാസ്. വിർച്വൽ ഫംഗ്ഷൻസ് കനോട്ട് ബി സ്റ്റാറ്റിക്, ഓൾസോ കനോട്ട് ബി ഫ്രണ്ട് ഫംഗ്ഷൻ. ഒരു മെമ്പർ ഫംഗ്ഷൻ തന്നെയാണ് വിർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഷുഡ് ബി ആക്സസ്ഡ് ബൈ യൂസിങ് പോയിന്റേഴ്സ് ഓഫ് ബേസ് ക്ലാസ്. The prototype of virtual function should be same in base as well as derived class. They are always defined in base class and overridden in derived class. Okay, virtual functions എപ്പോഴും base classലാണ് ഉണ്ടാവുക and it is overridden in derived class. Okay, അപ്പോൾ സാധാരണ കേസിൽ ഫംഗ്ഷൻ ഓവർറൈഡ്സ് എന്ന് പറയുന്ന സമയത്ത് ഡിറൈവഡ് ക്ലാസ്സിലെ ആ ഒരു ഫംഗ്ഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ബേസ് ക്ലാസ്സിലെ ഓപ്പോസിറ്റ് ആയിരിക്കും, ബേസ് ക്ലാസ്സിലെ സംഭവമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഒന്ന് ജസ്റ്റ് ഈ ഒരു സെഗ്മെന്റ് നോക്കുക, പ്രോഗ്രാം സെഗ്മെന്റ്. ക്ലാസ് XYZ പബ്ലിക് വെർച്വൽ വോയിഡ് ഷോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ, മെമ്പർ ഫംഗ്ഷൻ വോയിഡ് ഷോ വെർച്വൽ മെമ്പർ ഫംഗ്ഷൻ ആണ്, ബിക്കോസ് വി ഹാവ് ദിസ് വെർച്വൽ കീവേഡ് ഹിയർ. ഓക്കെ, വെർച്വൽ വോയിഡ് ഷോ. ഓക്കെ, അപ്പൊ ആ ഷോ എന്നുള്ള ആ മെമ്പർ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇറ്റ് ഡിസ്പ്ലേസ് ഷോ ബേസ്. ഓക്കെ, ഡിസ്പ്ലേസ് ദ വേർഡ് ഷോ ബേസ്. ഓക്കെ, പിന്നെ വേറൊരു സാധാ മെമ്പർ ഫംഗ്ഷൻ, നോൺ വെർച്വൽ മെമ്പർ ഫംഗ്ഷനും ഉണ്ട്, which is void display. It displays the word display base. Okay, ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് XYZ ഓക്കെ ആണോ? ക്ലാസ് XYZ നമ്മുടെ ഡിറൈവഡ് ക്ലാസ് അല്ല അല്ലേ, ഇതൊരു ബേസ് ക്ലാസ് ആണ്. ബേസ് ക്ലാസ്സിൽ തന്നെ പബ്ലിക് സെക്ഷനിൽ തന്നെയാണ് നമ്മൾ വെർച്വൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യേണ്ടത്. നമ്മുടെ വെർച്വൽ ഫംഗ്ഷൻ ഷോ ആണ്. ഓക്കെ, പിന്നെ ഒരു സാധാ മെമ്പർ ഫംഗ്ഷനും ഉണ്ട്, ഡിസ്പ്ലേ. ഇതുവരെ ഓക്കെ ആണോ? ഹലോ, കമന്റ് ചെയ്തേ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഇനി ഡിറൈവഡ് ക്ലാസിന്റെ ഓവർറൈഡ്സിൽ കണ്ട പോലെ തന്നെയാണ്. ഓക്കെ, ഡിറൈവഡ് ക്ലാസ്സിൽ പോവാം. ഡിറൈവഡ് ക്ലാസ് ഇസ് ABC, ഡിറൈവഡ് ഫ്രം XYZ, പബ്ലിക് ഇൻഹെറിറ്റൻസ് ആണ്. അവിടെ വോയിഡ് ഷോ, സെയിം പേര് തന്നെ അല്ലേ, ഓവർറൈഡ്സ് അല്ലേ, ഫംഗ്ഷൻ ഓവർ റിട്ടേൺ. ഓക്കെ, അപ്പൊ വോയിഡ് ഷോ എന്നുള്ളത് ഇവിടെ പക്ഷെ വിർച്വൽ അല്ല. വിർച്വൽ ഫംഗ്ഷൻസ് എപ്പോഴും എവിടെ ഉണ്ടാവുള്ളൂ, ബേസ് ഫംഗ്ഷൻ, ബേസ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വോയിഡ് ഷോ എന്നുള്ള ഫംഗ്ഷനിൽ ഷോ ഡിറൈവഡ് എന്നുള്ള ഒരു ഔട്ട്പുട്ട്, വോയിഡ് ഡിസ്പ്ലേ സെയിം. ഓക്കെ, ഡിസ്പ്ലേ ഡിറൈവഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ബേസിൽ വെർച്വൽ ഫംഗ്ഷൻ വോയിഡ് ഷോ ഉണ്ട്, ഷോ ബേസിന് ഔട്ട്പുട്ട് തരും. ഡിസ്പ്ലേ ഉണ്ട്, വോയിഡ് ഡിസ്പ്ലേ, ഡിസ്പ്ലേ ബേസിനും ഔട്ട്പുട്ട് തരും അല്ലേ. ഷോ ബേസ്, ഡിസ്പ്ലേ ബേസ്, ബേസിൽ. ഓക്കെ, ഡിറൈവഡ് ക്ലാസ് ആയിട്ടുള്ള ABCയിലും വോയിഡ് ഷോ, വോയിഡ് ഡിസ്പ്ലേ ഉണ്ട്. ഷോ ഡിറൈവഡ്, ഡിസ്പ്ലേ ഡിറൈവഡ് എന്നും ഔട്ട്പുട്ട് തരും. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കാം. മെയിൻ ഫംഗ്ഷനിൽ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കാം, XYZ സ്റ്റാർ PTR, XYZ OP1. ഓക്കെ, XYZ നമ്മുടെ ബേസ് ക്ലാസ് ആണ്. ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണ് PTR. ബേസ് ക്ലാസിന്റെ തന്നെ ഒബ്ജക്റ്റ് ആണ് OP1. ഓക്കെ, ദെൻ ABC OP2, ഡിറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് OP2. ഓക്കെ, ദെൻ PTR is equal to OP1. ഓക്കെ, PTR is equal to OP1. PTR XYZ ന്റെ പോയിന്റർ, OP1 XYZ ന്റെ ഒബ്ജക്റ്റ്. ദെൻ PTR ആരോ മാർക്ക്, ആരോ ഓപ്പറേറ്റർ ഷോ എന്ന് പറയുന്ന സമയത്ത് എന്ത് തന്നെ ചെയ്യും, XYZന്റെ ഷോ വിർച്വൽ ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഷോ ബേസ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും അല്ലേ. അഗെയിൻ PTR ആരോ ഓപ്പറേറ്റർ ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്തും XYZന്റെ ബേസ് ക്ലാസിന്റെ വോയിഡ് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് വി ഗെറ്റ് ഡിസ്പ്ലേ ബേസ് ആസ് ദി ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇതുവരെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മനസ്സിലായോ? ഹലോ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അയ്യോ, ഡൗട്ട് ഉണ്ടോ?
മനസ്സിലായി എന്നാണോ അഭിജിത്തെ? ഓക്കെ, ബാക്കിയുള്ളവർ എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടോ? പറഞ്ഞ് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പറയൂ. ബാക്കി ആർക്കും അറ്റൻഡൻസ് തരാതിരിക്കട്ടെ. റെസ്പോണ്ട് ചെയ്യ പിള്ളേരെ. ഡൗട്ട് ഇല്ല ജസീം? ഓക്കെ. ഓക്കെ, ഇനി അടുത്ത വോയിഡ് മെയിനിലെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. PTR equal to ampersand OB2. ഓക്കെ, ഡിറൈവഡ് എന്താ പോയിന്റേഴ്സ് ടു ഡിറൈവഡും ഫംഗ്ഷൻ ഓവർറൈഡ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പം PTR is equal to ampersand OB2 മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് ഫംഗ്ഷൻ ഓവർറൈഡ്സ് അവിടെയൊക്കെ ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണെങ്കിൽ ബേസ് ക്ലാസിന്റെ ഫംഗ്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഫംഗ്ഷൻ ഓവർറൈഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ വിളിക്കുമ്പം സബ് ക്ലാസിന്റെ ഫംഗ്ഷൻ അത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ? മീൻസ് സബ് ക്ലാസിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്, സബ് ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഓവർറൈഡ് ചെയ്യാണ്, ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, PTR is equal to ampersand OB2 അല്ലെ? അപ്പൊ ഇപ്പൊ PTR ഹോൾഡ് ചെയ്യുന്നത് എന്താണ്, ഡിറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് അല്ലെ? ഡിറൈവഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ്. പിന്നെ PTR ആരോ മാർക്ക് ഷോ എന്ന് പറയുന്ന സമയത്ത് PTR ആരോ മാർക്ക് ഷോ എന്ന് പറയുന്ന സമയത്ത് സാധാരണ കേസിൽ എന്തേ ചെയ്യുള്ളൂ, ഇപ്പൊ പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ് ആണെങ്കിൽ PTR ഈ ആരോ മാർക്ക് ഷോ എന്ന് പറയുന്ന സമയത്ത് എന്തേ ചെയ്യുള്ളൂ, ബേസിലുള്ള ഷോ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ? ആണോ? ഹലോ, ബേസിലുള്ള ഈ ഒരു വോയിഡ് ഷോ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ? ഈ വിർച്വൽ ഇവിടെ ഇല്ലെങ്കിൽ അല്ലേ? ശരിയല്ലേ? പോയിന്റേഴ്സ് ടു ഡിറൈവഡ് ക്ലാസ്സിൽ പഠിച്ചതല്ലേ? PTR എന്ന് പറയുന്നത് ബേസിന്റെ പോയിന്റർ ആണ്. സോ ആ ഒരു പോയിന്റർ ഡിറൈവഡ് ക്ലാസിന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കൂടി ബേസിലെ മെമ്പർ ഫംഗ്ഷൻസ് തന്നെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക അല്ലേ? ആണോ? ഡിറൈവഡിന് മാത്രമായിട്ടുള്ള ഫംഗ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യോ PTR? ഇല്ല അല്ലേ? ആണോ? റെസ്പോണ്ട് ചെയ്തേ. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ബാക്കിയുള്ളവർക്ക്? ഓക്കെ, അപ്പൊ ഈ PTR എന്ന് പറയുന്നത് ബാക്കിയുള്ളവരൊന്ന് റെസ്പോണ്ട് ചെയ്യോ? എന്താ? ഓക്കെ, അപ്പൊ ഈ PTR എന്ന് പറയുന്നത് എന്താണ്, ബേസ് ക്ലാസിന്റെ പോയിന്റർ ആണ്. ഓക്കെ, അപ്പൊ ബേസ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ക്ലാസ് പോയിന്ററിൽ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ്സും നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ആ പോയിന്ററിൽ ഡിറൈവഡ് ഒബ്ജക്റ്റും നമുക്ക് ഹോൾഡ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ബേസ് ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതായത് ഡിറൈവഡ് ക്ലാസ്സിൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബേസ് ക്ലാസിന്റെ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബേസ് ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻസ് മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഡിറൈവഡ് ക്ലാസിന്റെ മാത്രമായിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ഇവിടെ ഈ വിർച്വൽ എന്നുള്ള ഒരു കീവേഡ് ഇല്ലെങ്കിൽ ഈ പോയിന്റർ ഇപ്പോ എന്താണ്, OB2 അല്ലെ? ഡിറൈവഡിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആണ് ഈ പോയിന്റർ PTR ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ PTR ആരോ മാർക്ക് ഷോ എന്ന് പറയുന്ന സമയത്ത് എന്തേ ചെയ്യുള്ളൂ, ബേസിന്റെ വോയിഡ് ഷോ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ? ബട്ട് ഹിയർ വി ഹാവ് വെർച്വൽ കീവേഡ്. ഈ വോയിഡ് ഷോ എന്ന് പറയുന്നത് എന്താണ്, വെർച്വൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇതൊരു വെർച്വൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഡിറൈവഡിന്റെ വോയിഡ് ഷോ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? ഒരു സാധാരണ മെമ്പർ ഫംഗ്ഷൻ ആയിരുന്നു ബേസ് ക്ലാസ്സിൽ എങ്കിൽ ആ ബേസ് ക്ലാസ്സിലെ മെമ്പർ ഫംഗ്ഷൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ നമ്മളൊരു വെർച്വൽ ഫംഗ്ഷൻ ആണ് ബേസ് ക്ലാസ്സിലെങ്കിൽ എന്താ ചെയ്യുക,
ഡിറൈവ്ഡ് ക്ലാസ്സിലെ സാധാ മെമ്പർ ഫംഗ്ഷൻ വോയിഡ് ഷോ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഷോ ഡിറൈവ്ഡ് എന്ന് കിട്ടും. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ആയിട്ട് ഷോ ഡിറൈവ്ഡ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പി ടി ആർ ഡിസ്പ്ലേ. പി ടി ആർ ഡിസ്പ്ലേ, പി ടി ആർ എന്ന് പറയുന്നത് XYZ ബേസിന്റെ പോയിന്റർ ആണ്. ഓക്കെ, ഹോൾഡ് ചെയ്തേക്കുന്നത് ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് അല്ലേ. ദെൻ ഈ പി ടി ആർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ക്ലാസ്സിൽ ഒരു നോൺ വെർച്വൽ ഫംഗ്ഷൻ ആണ്, സാധാ മെമ്പർ ഫംഗ്ഷൻ ആണ് അല്ലേ. എന്ത് ചെയ്യും? ഡിറൈവ്ഡ് ക്ലാസ്സിലോട്ട് പോവോ? ഡിറൈവ്ഡ് ക്ലാസിന്റെ വോയിഡ് ഡിസ്പ്ലേ ആയിരിക്കും ബേസ് ക്ലാസിന്റെ വോയിഡ് ഡിസ്പ്ലേ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? എന്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക? ബേസ് ക്ലാസിന്റെ ഡിസ്പ്ലേ. കാരണം ബേസ് ക്ലാസിന്റെ ഡിസ്പ്ലേ പറയുന്നത് എന്താണ്? വെർച്വൽ ഫംഗ്ഷൻ അല്ല അല്ലേ. ഓക്കെ ആണോ? ഹലോ പിള്ളേരെ, ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, സി നമ്മൾ പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് അത് തന്നെയാണ്. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓവർ റൈഡിങ്. ഓക്കെ, പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ബേസിന്റെ പോയിന്റർ ആണെങ്കിൽ അല്ലേ, ആ പോയിന്ററിൽ ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആയിക്കോട്ടെ, ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ അഡ്രസ് ആയിക്കോട്ടെ, ആ പോയിന്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് വിളിച്ചാലും മെമ്പർ ഫംഗ്ഷൻ ഓഫ് ബേസ് ക്ലാസ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ അല്ലേ. അതല്ലേ നമ്മൾ കണ്ടത് പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ്സിൽ അല്ലേ. ആണോ? ഉത്തരം പറഞ്ഞേ. ഓക്കെ, അപ്പം ഇവിടെ വെർച്വൽ ഫംഗ്ഷൻ എന്ന് വരുന്ന സമയത്ത് എന്താണ്? നമ്മൾ വെർച്വൽ ഫംഗ്ഷൻ ആയിട്ട് എന്തേ പറയുള്ളൂ? ബേസിലുള്ള മെമ്പർ ഫംഗ്ഷനെ വെർച്വൽ ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പം ബേസിലുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ വെർച്വൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഫംഗ്ഷൻ, സെയിം ഫംഗ്ഷൻ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിലും ഉണ്ട്. ഓക്കെ, ഫംഗ്ഷൻ ഓവർറൈഡ്സ് ഉണ്ട്. അതിനുശേഷം ഡിറൈവ്ഡ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു പി ടി ആർ, ബേസ് ക്ലാസിന്റെ പി ടി ആർ വെച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ, ഈ വെർച്വൽ ആണെങ്കിൽ മാത്രം എന്തേ ചെയ്യുള്ളൂ? ഡിറൈവ്ഡ് ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഹലോ, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, വൈഷ്ണവി, വൈഷ്ണവി ഉണ്ടോ? വൈഷ്ണവി ഓക്കെ ആണോ? വൈഷ്ണവി ഓക്കെ. അശ്വീത, ഹരിത, ഗോപിക ഓക്കെ ആണോ? മനസ്സിലായുണ്ടോ? ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് മാത്രമേ ഉള്ളൂ, വെർച്വൽ കൺസ്ട്രക്ടർ ആൻഡ് ഡിസ്ട്രക്ടർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് വെർച്വൽ ഫംഗ്ഷൻ, ഓക്കെ, പ്യുവർ വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഓക്കെ, ഇത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം എന്നാൽ. ഓക്കെ, അതായിരിക്കും നന്നാവുക, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പം ഈ പോയിന്റേഴ്സ് ടു ഒബ്ജക്ട്, പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വെർച്വൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും പക്ക ആക്കിയിട്ട് വരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഞാൻ പണ്ട് ഒരു പ്രോഗ്രാം നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം, ഇത് ഞങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. Create a class in CPP having 3 members, an integer number, sum of digits of the number, and single digit formed by finding the sum of digits of the number until the number is a single digit. Include appropriate functions to enter the number from user end, do calculation and displaying. Also include appropriate constructors for initializing all numbers to 0.
റൈറ്റ് എ മെയിൻ പ്രോഗ്രാം ടു ടെസ്റ്റ് ദ ക്ലാസ്. ഓക്കെ, ഇത് ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഓക്കെ, ഇത് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു നമ്പർ 1236 എന്നുള്ള ഈ ഒരു ഇൻറ്റീജർ നമ്പർ 1236 എന്ന് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, 1236 എന്നുള്ള ഒരു നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് ഡാറ്റ നമ്പർ ആയിട്ടുള്ള സം ഓഫ് ഡിജിറ്റ്സ് നമുക്ക് എന്ത് കിട്ടണം? 12 കിട്ടണം അല്ലേ? 1 + 2 3, 3 + 3 6, 6 + 6 12. ഓക്കെ, സോ സം ഓഫ് ഡിജിറ്റ്സ് ഇങ്ങനെ 12 എന്ന് കിട്ടണം. ദെൻ സം ഓഫ് ഡിജിറ്റ്സ് ആസ് ദി സിംഗിൾ ഡിജിറ്റ് തേർഡ് നമ്പർ ഫംഗ്ഷൻ എന്ത് കിട്ടണം? 1 + 2 3 എന്നുള്ളത് കിട്ടണം. ഓക്കെ, ഇതൊരു ക്ലാസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ആകെ 3 ഡാറ്റ മെമ്പേഴ്സേ ഉള്ളൂ. ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഇൻറ്റീജർ നമ്പർ, ഈ ഒരു വാല്യൂ. സെക്കൻഡ് ഡാറ്റ മെമ്പർ എന്ന് പറയുന്നത് സം ഓഫ് ഡിജിറ്റ്. തേർഡ് എന്ന് പറയുന്നത് സം ഓഫ് ഡിജിറ്റ് ആസ് സിംഗിൾ ഡിജിറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ യൂസറിന്റെ അടുത്ത് നിന്ന് മേടിക്കണം. എന്നിട്ട് സം ഓഫ് ഡിജിറ്റ്സ് കാണണം. സം ഓഫ് ഡിജിറ്റ്സ് ആസ് സിംഗിൾ ഡിജിറ്റും കാണണം. ആ ഒരു ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻസ് വെച്ച് കാണാം. ഓക്കെ, കാൽക്കുലേഷൻസിനും അതുപോലെ തന്നെ ഡിസ്പ്ലേയിങ്ങിനും ഈ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നതിനും നമുക്ക് അപ്രോപ്രിയേറ്റ് മെമ്പർ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം. ഓക്കെ, കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ടേഴ്സ് എഴുതി കാണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഒരു ക്ലാസ് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്, പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു പ്രോഗ്രാമിൽ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതൊന്ന് നോക്കിയിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ പ്രോഗ്രാമും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോയിന്റേഴ്സ് ടു ഒബ്ജക്റ്റ്, പോയിന്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ്, ഫംഗ്ഷൻ ഓവർ റൈഡിങ്, വെർച്വൽ ഫംഗ്ഷൻ, ഇത്രയും കാര്യങ്ങളും ക്ലിയർ ആയിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ, ഇത് നോക്കാം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പഠിക്കുക. ഓക്കെ, നമ്മൾ ഓൾറെഡി സം ഓഫ് ദ ഡിജിറ്റ്സ് കാണാനുള്ള ഒരു കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ? ഒരു CPP പ്രോഗ്രാം എഴുതിയിട്ടുണ്ട് സം ഓഫ് ഡിജിറ്റ്സ് കാണാൻ. ഓർമ്മയുണ്ടോ അത്? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അഭിജിത്ത് അറ്റൻഡൻസ് അനുബിന്ദ്